എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 6-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യമായിട്ട് പറയാനുള്ളത്, നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്കും മറ്റുള്ള എല്ലാ റേഷൻ കാർഡുള്ളവർക്കും റംസാൻ പ്രമാണിച്ച് പ്രത്യേക കിറ്റുകൾ സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. റംസാൻ നിലാവ് എന്ന് പേരിട്ടിട്ടുള്ള കിറ്റിൽ 1018 രൂപയുടെ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കിറ്റിന് ഉപഭോക്താവ് 786 രൂപയാണ് നൽകേണ്ടി വരുന്നത്. 1 കിലോ ശബരി അപ്പപ്പൊടി, 1 കിലോ പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്ക 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് കിറ്റിൽ ഉള്ളത്. മാർച്ച് 20 വരെയാണ് ഈ ഓഫർ സപ്ലൈകോയിൽ ലഭിക്കുക. ഈ മാസത്തെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. 2026 മാർച്ച് 1-ാം തീയതി മുതൽ ഇനി പറയുന്ന രൂപത്തിലാണ് വില. ചെറുപയറിന് 85 രൂപ, ഉഴുന്നിന് 87 രൂപ, കടല 63, വൻപയർ 68, തൂരപ്പരിപ്പ് 83, മുളക് 1 കിലോ 136, മല്ലി 1/2 കിലോ 47 രൂപ 25 പൈസ, പഞ്ചസാര 34 രൂപ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് 1 ലിറ്റർ 269 രൂപ, പൂർണ്ണമായും സബ്സിഡി ഇല്ലാതെ 289 രൂപ, ജയ അരി 33 രൂപ, കുറുവ അരി 33 രൂപ, മട്ടരി 33 രൂപ, പച്ചരി 29 രൂപ. അപ്പോൾ ഈ മാസം 20-ാം തീയതി വരെയാണ് റംസാൻ കിറ്റ് ലഭിക്കുക. സബ്സിഡി സാധനങ്ങൾ ഈ മാസം 31 വരെ ലഭിക്കുന്നതാണ്. വെളിച്ചെണ്ണയ്ക്ക് 20 രൂപ വീതമാണ് കുറച്ചത്. സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ 309 നിന്നും 289 രൂപയും, സബ്സിഡി വെളിച്ചെണ്ണ 289 നിന്നും 269 രൂപയുമായി. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ പെൻഷനാണ് ഇനി കാത്തിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇന്നത്തോടുകൂടി ഏകദേശം എല്ലാം വിതരണം ചെയ്ത് പൂർത്തിയായിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് കയ്യിൽ ഇനി പെൻഷൻ എത്താൻ ബാക്കി. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനിയും എത്താത്ത ആളുകളുടെ ബാങ്ക് സ്റ്റാറ്റസ് പരിശോധിക്കണം. സേവന വെബ്സൈറ്റിൽ കയറിയിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ കുഴപ്പമില്ല എങ്കിൽ ബാങ്കിലെത്തി ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. ആ കാര്യം ചെയ്യാൻ മറക്കരുത്. കേന്ദ്രവിഹിതം 300, 200, 500 സ്ഥിരമായിട്ട് മുടങ്ങുന്ന ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി അതും ശരിയാക്കണം. ആധാറിൻ്റെ ഒരു കോപ്പിയുമായിട്ടാണ് തദ്ദേശ സ്ഥാപന പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പെൻഷൻ വിഭാഗത്തിൽ എത്തേണ്ടത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായിട്ട് 2000, അതുപോലെ തന്നെ 1700, ശേഷം 300, അങ്ങനെ മുഴുവൻ പെൻഷനും എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന മാർച്ച് മാസത്തെ പെൻഷൻ മാർച്ച് 20-ന് ശേഷം അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരു മാസത്തേത് മാത്രമാണ് ലഭിക്കുക. ഇലക്ഷൻ അതിനു മുമ്പ് പ്രഖ്യാപിക്കും. എന്നാൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെ അടുത്ത മാസത്തെ പെൻഷൻ 2 മാസത്തെ തുക നേരത്തെ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടാണ് ഇലക്ഷൻ ഉണ്ടാകുക. അതിനു മുമ്പ്, അതായത് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ ഏപ്രിൽ മാസത്തിൽ പെൻഷൻ വിതരണം ചെയ്യും. ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ഏപ്രിൽ മാസത്തേത് മാത്രമാകില്ല, മെയ് മാസത്തേത് മുൻകൂറായിക്കൊണ്ട് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇലക്ഷന് മുമ്പ് എല്ലാവർക്കും കൃത്യമായിട്ട് ആ ഒരു തുക എത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും വിതരണം. മാർച്ച് 31 വരെ സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ബില്ലുകളെല്ലാം ക്ലോസ് ചെയ്യുന്നതിന് വലിയ ഫണ്ട് വേണം. എന്നാൽ ഏപ്രിൽ 1 മുതൽ സ്ഥിതി അങ്ങനെയല്ല. പുതിയ കടമെടുപ്പും കാര്യങ്ങളെല്ലാം നടക്കും. അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പ് മെയ് മാസത്തെ മുൻകൂറായി പെൻഷൻ വിതരണം ചെയ്യും. വിഷു, ഈസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും ആ ഒരു പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുക. എന്നാണോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അതിന് മുമ്പ് ലഭിക്കുന്ന തരത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക. 2 മാസത്തെ പെൻഷൻ 4000 രൂപയായിരിക്കും ആ ഒരു സമയത്ത് ലഭിക്കുക. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ഒരു തുക നമുക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിലായി 6000 രൂപ ലഭിക്കുന്നതാണ്.
സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യവും വ്യത്യസ്തമല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത ഗഡു, അതായത് മാർച്ച് ഗഡുവിന്റെ വിതരണത്തിന് കാത്തിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് 1000 രൂപ ലഭിക്കും. എന്നാൽ ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000-തോടൊപ്പം മെയ് മാസത്തേത് മുൻകൂറായി വിതരണം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ 3000 രൂപയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചേരുക. 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ് രോഗങ്ങൾ വരിക എന്നുള്ളത്. പല സമയത്തും ചികിത്സയ്ക്കാണ് നമ്മെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിലുള്ള ചിലവുകൾ വരുന്നത്. ഇതിന് ഏക ആശ്രയം എന്നുള്ളത് ആരോഗ്യ ഇൻഷുറൻസുകളാണ്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത, അല്ലെങ്കിൽ സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത 60% മലയാളികളാണ് സംസ്ഥാനത്തുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് തന്നെ എടുക്കണം. പക്ഷേ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 65 വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല. ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് 65 വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട്. രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും. ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAI പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. 2024 ഏപ്രിൽ 1 മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് IRDAI വിജ്ഞാപനത്തിൽ പറയുന്നു. ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ്. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല. പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ്, അതായത് വെയിറ്റിംഗ് പീരീഡ് 48 മാസത്തിൽ നിന്നും 36 മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി തുടർച്ചയായി 36 മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം. പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു. പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട്. അലോപ്പതിക്ക് പുറമെ ആയുർവേദം, യുനാനി, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ്. മാത്രമല്ല, പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം. ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു നിർദ്ദേശമാണ് നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല, മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല, അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. വൈദ്യുതി സംബന്ധമായിട്ടുള്ള പരാതികൾക്ക് ഇനി സെക്ഷൻ ഓഫീസുകളിൽ വിളിക്കണം എന്നില്ല. 94 96 00 1912 എന്ന നമ്പർ മൊബൈലിൽ സേവ് ചെയ്ത് വാട്സപ്പിലൂടെ പരാതികൾ അറിയിക്കാവുന്നതാണ് എന്ന് KSEB അറിയിച്ചു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ